ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളകാപ്പിൻ്റെ തലേ ദിവസം എടുത്ത കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ വളകാപ്പ് ഒക്ടോബർ 12-ാം തീയതിയാണ്. അതിൻ്റെ തലേ ദിവസം എടുത്ത ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അത്. അന്നുണ്ടായ മറ്റേ മെഹന്തി ഇടൽ, പിന്നെ വളകാപ്പിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ്, അങ്ങനെയാണെങ്കിൽ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ രാവിലെ കുറച്ച് നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ വേഗം പോയി കുളിച്ചു. പിന്നെ നമുക്ക് കുറച്ച് ക്ലീനിങ് പരിപാടികൾ, റൂമൊക്കെ ഒന്ന് സെറ്റാക്കാണ്ട്, പിന്നെ എനിക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് കുറച്ച് പാക്ക് ചെയ്യാണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, പിന്നെ ബാക്കി മെഹന്തി ഇടാണ്ട്, അങ്ങനെ കുറച്ച് കുട്ടി കാര്യങ്ങൾ ചെയ്യാണ്ട്. അപ്പോൾ ഞാൻ വേഗം കുളിച്ച് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ തന്നെ ജസ്റ്റ് ഒന്ന് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വെച്ചു. വലിയ തരത്തിൽ വൃത്തിയാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലെങ്കിലും ചെറുതായ രീതിയിൽ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടുക. മറ്റേത് അലങ്കോലമായിട്ടാണ് ആകെ കിടക്കുന്നത്, കാണുമ്പോൾ തന്നെ നമുക്ക് നെഗറ്റീവ് അടിക്കും. അപ്പം ഞാൻ ജസ്റ്റ് തലയും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചു. പില്ലോയൊക്കെ അത് ഭയങ്കര ഗുദാമ് പില്ലായതുകൊണ്ട് എനിക്കൊന്ന് ഒരു സൈഡിലേക്ക് വെച്ചാൽ തന്നെ താഴത്തേക്ക് വീണുകൊണ്ട് മറ്റേ സൈഡിലേക്ക് വെച്ചു. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ചു. അതാണ് കേട്ടോ നമ്മുടെ ക്ലീനിങ് എന്ന് പറയണത്. അപ്പം നമ്മളങ്ങനെ ഒക്കെ ഒന്ന് റൂമൊക്കെ ഒന്ന് സെറ്റാക്കി. ഇതിങ്ങനെ ക്ലീനായിട്ട് കിടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സമാധാനം, സന്തോഷമാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലേ, അപ്പം അമ്മ അടിയിൽ നിന്ന് വിളിക്കുന്നുണ്ട് കഴിക്കാൻ വായോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പിന്നെ നമ്മുടെ മെഹന്തി നേരത്തെ പറഞ്ഞില്ല, മെഹന്തി ഒരു കയ്യിലേ ഇട്ടിട്ടുള്ളൂ, അപ്പോൾ ബാക്കി കയ്യിലും കൂടി ഇടാണ്ട്. അപ്പോൾ രാവിലെ നമുക്ക് കഴിക്കാനായിട്ട് വെള്ളയപ്പമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ എനിക്ക് കുടിക്കാനായിട്ട് പാലമ്മ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം ഉണ്ടാക്കി വെച്ചൊരു വെള്ളപ്പത്തിൽ നിന്ന് കുറച്ച് എടുത്തു. കണ്ടാൽ നിങ്ങൾക്ക് ദോശയെന്നൊക്കെ തോന്നും, എനിക്ക് ആദ്യം അതാ തോന്നിയത്, പിന്നെയാണ് വെള്ളപ്പാന്ന് മനസ്സിലായത്. പിന്നെ അതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് കടലക്കറിയും ഇതൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെന്താ പറയുക, നീതും ചിന്നും കൂടിയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് അന്ന് വെക്കേണ്ട കുറച്ച് ഓർണമെൻറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതാ വൈകുന്നേരമായിട്ട് കസാരയും മറ്റു കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഫംഗ്ഷൻ നടക്കുന്നത് നമ്മൾ, അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, നമ്മൾ മെഹന്തി ഇടലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അതാ ചിന്നുവിൻ്റെ മേമയൊക്കെ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. പിന്നെ ഏട്ടനും അച്ഛനും കൂടിയിട്ടാണ് അതൊക്കെ കെട്ടി റെഡിയാക്കണം. ഒരു സ്ഥലത്ത് വെച്ചു, അപ്പോൾ അതൊന്നും ശരിയാവാത്തതുകൊണ്ട് നമ്മൾ വേറെ സ്ഥലത്തൊക്കെ അവരവരുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ മേമ വന്നു. പിന്നെ ഞങ്ങൾ രണ്ടാളും, നീതുവിനും ഒരു യൂട്യൂബ് ചാനലുണ്ട്, അപ്പോൾ അവളും ഞാനും വീഡിയോ എടുക്കുന്നത് മേമ ആകെ എന്താഴ്ച നിൽക്കാം കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ വീഡിയോയിൽ ഒരു ഹായ് പറയുമ്പോൾ മേമ നോക്കി ചിരിക്കുകയാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് നമ്മൾ പുറത്തുനിന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴിക്കാത്തവർക്ക് വെജ്, നോൺ കഴിക്കാത്തവർക്ക് വെജ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കിലാണ് അമ്മ, അച്ഛൻ, മേമ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുക്കണം. എനിക്ക് പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെയായിട്ട് നമ്മൾ ഇങ്ങനൊരു ലീഫിൻ്റെ ഇതൊന്ന് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. നീതു മീഷോന്ന് ഓഫറായപ്പോൾ മേടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അകത്ത് പോയി നോക്കിയപ്പോൾ കാര്യമായിട്ടുള്ള പച്ചക്കറി നോക്കലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്നോട് ഇത് വീഡിയോ എടുക്കരുത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ എടുത്തു ഗൈസ്, നമുക്കൊരു സന്തോഷമല്ലേ ഇത് കാണുമ്പോൾ. അപ്പോൾ ഈ കുട്ടി താമരയുടെ ഇതൊക്കെ നീതും മീഷോന്ന് മേടിച്ചതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയയിൽ തന്നെയാണ് നമ്മളത് എന്താ പറയുക ചെയ്തിട്ട് ഡെക്കോറായി ചെയ്യാൻ വെച്ചിട്ടുള്ളത്. പിന്നെ ഡെക്കറേഷൻ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ. അധികം നമ്മൾ പുറത്ത് ചിലർ ഈ പരിപാടിയൊക്കെ ചെയ്യും, പക്ഷെ നമ്മൾ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ നീതു ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ വീട്ടിൽ ഇങ്ങനെ കുട്ടി പരിപാടീസ് നടത്തുന്നവർക്ക് ഇതൊക്കെ ഭയങ്കരമായിട്ട് ലാഭമാണ്. പിന്നെ എൻ്റെ വീഡിയോ എടുക്കണമെന്ന് തോന്നുന്നു ചിന്നോടെ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാട്ടുന്നുണ്ട്, അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏകദേശം അതൊക്കെ ഒന്ന് സെറ്റാക്കി, മറ്റേന്താ പറയുക, ലീഫിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഏകദേശം ചെരിഞ്ഞിട്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു. ചെറുതായിട്ടൊരു പണി കിട്ടിയതിരിക്കുന്നു, മെഹന്തി ഇട്ട് ചെറുതായിട്ടൊരു ചൊറിച്ചിലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് രാവിലെ തന്നെ ഏകദേശം തീരുമാനമായിട്ട് ഹോസ്പിറ്റലിൽ പോവേണ്ടി വന്നു. ചൊറിച്ചിലും മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നു. അതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ മേക്കപ്പ് ചെയ്തതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ഒരു ഫൈനൽ ഔട്ട്ലുക്ക് ഇതാണ് കേട്ടോ. അതിന് കുറച്ച് ഫോട്ടോ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അവർ വന്നു, കഴിഞ്ഞിട്ട് ഇറങ്ങുന്നതിൻ്റെ കുറച്ച് വീഡിയോ ആണിത്. അധികം നേരത്തെ പറഞ്ഞില്ല, അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഒരു ഹോസ്പിറ്റൽ കേസ് നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഉണ്ടായതുകൊണ്ടാണ്. പിന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നൊരു നമ്മുടെ വീട്ടിലത്തെ 2 വീട്ടുകാരും, ഏട്ടൻ്റെ വീട്ടിലത്തെ എൻ്റെ വീട്ടിലത്തെയും കുറച്ച് ഫ്രണ്ട്സും, അങ്ങനെ ഒരു 150 ആൾക്കാരുടെ ഒരു പരിപാടിയായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ അത് ഭംഗിയാക്കാൻ പറ്റി. എന്താ പറയുക, പിന്നെ ഞാൻ ഇറങ്ങി വരുമ്പോൾ കുറച്ച് പാട്ടും അതും ഇതൊക്കെ ആയിട്ട്. പിന്നെ നമുക്ക് വളകാപ്പിൻ്റെ കുറച്ച് ചെറുതായിട്ടുള്ള ചടങ്ങുകളുണ്ടായിരുന്നു. നമ്മളവിടെ വന്നിരുന്നിട്ട് ഒരു കുട്ടീനെയൊക്കെ മടിയിലിരുത്തി വളമടിക്കണ കുറച്ച് ഇതുണ്ടായിരുന്നു. പക്ഷെ ആ ക്ലിപ്സൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല.
അത് ഇതിൽ ആഡാക്കാൻ പറ്റാത്ത എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ഇറങ്ങി ജസ്റ്റ് പുറത്ത് പോയി അവിടെ പോയിരുന്നു. പിന്നെ ഇതാ കുറച്ച് വളമിടുന്നതിൻ്റെ കുറച്ച് ക്ലിപ്സ് മാത്രമാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യണത്. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തു. അങ്ങനെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം വന്നിട്ട് കുറച്ച് ലഡു തന്നു. പിന്നെ കസിൻസൊക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു. അങ്ങനെ ഫോട്ടോസ് മാത്രമാണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ കുറച്ച് അങ്ങനെ മഞ്ഞൾ തേക്കണേൻ്റെയും മഞ്ഞൾ കളറും ചന്ദനം എന്തൊക്കെ മിക്സ് ചെയ്തിട്ട് അത് തേക്കണ കുറച്ച് ക്ലിപ്സ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അത്യാവശ്യം കുറച്ച് വളമിടുന്നതിൻ്റെയും ഇതൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അധികം വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഉള്ളതിൽ കുറച്ച് ഫോട്ടോസാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യണത്. പിന്നെ ഇതാ നീതു വളർന്നിട്ട് ഇട്ടേക്കുന്നുണ്ട്, അതിൻ്റെ ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അമ്മ അച്ഛൻ എല്ലാവരും ഇങ്ങനെ ഇട്ട് തരുന്ന വീഡിയോ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതാണുള്ള ഏറ്റവും വലിയ കാര്യം, സങ്കടകരമായിട്ടുള്ള കാര്യം. അപ്പോൾ ഞാൻ അതൊക്കെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ പരിപാടി കുറച്ച് വേഗം സ്പീഡപ്പ് ആക്കി. കാരണം നമുക്ക് 1:30ക്കാണ് ഭക്ഷണം. 1 മണിക്ക് മുന്നേ നമ്മൾ ഭക്ഷണം കഴിച്ച് വീട്ടിൽ നിന്ന് ഇന്നെ ഇറക്കണം. അപ്പോൾ നമുക്ക് വേഗം വളയും ഇതൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒന്നാമത് കയ്യിൽ നീര് വെച്ചുകൊണ്ട് വളം ഇടാൻ അധികം പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞു വളകാപ്പിൻ്റെ വീഡിയോ.